ലേഡീസിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഒന്ന് വീട് വൃത്തിയാക്കൽ, രണ്ട് ഭക്ഷണം ഉണ്ടാക്കൽ, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം സന്തോഷത്തോടെ ഉണ്ടാക്കുന്നതാണെങ്കിലും സന്തോഷത്തോടെ ചെയ്യുന്നതാണെങ്കിലും അവരവരുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ചിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ടാവും അല്ലേ. നമ്മളെ അമ്മമാരും നമ്മളെ ഭാര്യമാരും നമ്മളെ പെങ്ങന്മാരും ഒക്കെ വീട്ടിലെ സ്ത്രീകൾ. അപ്പോൾ അവർക്ക് ആ ഒരു കാര്യങ്ങൾ മാറ്റിക്കൊടുത്താൽ തന്നെ ചിലപ്പോൾ അവർക്ക് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ജോലിയോ അല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങളോ സഫലീകരിക്കാൻ അവർക്ക് കൂടുതൽ എളുപ്പമാവും. അധികവും സാധിക്കാറില്ല. എല്ലാ വീട്ടിലെ പണിയും വീട്ടിലെ വൃത്തിയാക്കലും വീട്ടിലെ എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സമയം കണ്ടെത്തുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ സമയം പോലും കണ്ടെത്താൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെർച്വൽ വിനീത് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു അല്ലേ, ഒരു സ്ത്രീകളുടെ വിഷയത്തെ പറ്റിയിട്ട് അല്ലേ, അവരുടെ ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ആ ഒരു വിഷമഘട്ടത്തിൽ നമ്മൾ സ്ത്രീകൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പുരുഷന്മാരെന്ത് ചെയ്യും, പറ്റുമെങ്കിൽ സഹായിച്ചു കൊടുക്കും അല്ലേ. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളാണ് പലരും ചെയ്തു കൊടുക്കുക. ചില വീടുകളിൽ സ്ത്രീകൾ ഒറ്റയ്ക്കല്ല ചെയ്യണം, ചില സ്ഥലത്ത് പുരുഷന്മാരും സഹായിച്ചുകൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ വീട് വൃത്തിയാക്കൽ എന്നുള്ള രീതിയിൽ അതൊരു വലിയൊരു ഐഡിയയിലേക്കോ വലിയൊരു ഇൻവെൻഷനിലേക്കോ മാറിയാലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. US നടന്ന ഒരു സംഭവത്തെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നടന്നതല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ്, ഒരു ഇൻവെൻഷനെ പറ്റിയിട്ടാണ്. ഫ്രാൻസിസ് ഗേബ് എന്നൊരു വ്യക്തിയെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഫ്രാൻസിസ് ഗേബ് ഒരു വലിയൊരു ഇൻവെൻറ്ററാണ്, ആർക്കിടെക്റ്റാണ്. അവരുടെ കണ്ടുപിടുത്തം ലോക ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. 1916 ജനിച്ച ഫ്രാൻസിസ് ഗേബ് 18ഓളം സ്കൂളുകളിൽ മാറി മാറി പഠിക്കേണ്ടി വന്നു. അച്ഛൻ്റെ ബിസിനസ് കാരണം, അച്ഛൻ്റെ കോൺട്രാക്ട് ബിസിനസ് കാരണം. ഈ 18 സ്കൂളുകളിൽ മാറി മാറി പഠിച്ചത് കൊണ്ട് കാര്യമായ ഫ്രണ്ട്സോ ഒന്നും ഇല്ലായിരുന്നു ഫ്രാൻസിസ് ഗേബിന്. അപ്പോൾ അതുകൊണ്ട് ഫ്രാൻസിസ് ഗേബ് കൂടുതൽ സമയവും അച്ഛൻ്റെ കോൺട്രാക്ട് ബിസിനസ്സിൽ, വീടുകൾ ഉണ്ടാക്കുന്ന ബിസിനസ്സിലായിരുന്നു കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു താല്പര്യം കാരണം ഗേൾസ് പോളിടെക്നിക് ഹൈസ്കൂളിൽ വെച്ചിട്ട് അവർ ഡിഗ്രി നേടുകയും 16-ാം വയസ്സിൽ ഡിഗ്രി നേടുകയും പിന്നെ അടുത്ത വർഷം തന്നെ അവരുടെ കല്യാണം നടക്കുകയും ചെയ്തു. അങ്ങനെ അവരുടെ കല്യാണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. 1916 ജനിച്ച ഫ്രാൻസിസ് ഗേബ് 1970-കളിൽ ഡൈവോഴ്സ് ആവുകയും ചെയ്തു. 2 കുട്ടികളുള്ളൊരു സിംഗിൾ മദറായി മാറുകയും ചെയ്തു. അങ്ങനെ ആ ഒരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് അവർക്ക് ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വന്നു തുടങ്ങിയത്. കുട്ടികളെ നോക്കുന്നതും വീട് വൃത്തിയാക്കുന്നതും അടുക്കളപ്പണി ചെയ്യുന്നതും ജോലി ഭാരം എല്ലാം കൂടി അവർക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി. അപ്പോൾ ആ ഒരു സമയത്തെ ഒരു ചിന്തയിൽ നിന്ന് വന്നൊരു ഐഡിയ, വീട് എങ്ങനെ വൃത്തിയാക്കി വെക്കാം, അതായത് ഒരു മെഷീനിലൂടെ വീട് എങ്ങനെ വൃത്തിയാക്കി വെക്കാം എന്നുള്ളൊരു ആലോചനയിലേക്കാണ് ഫ്രാൻസിസ് ഗേബ് പോയത്. അപ്പോൾ ആ ഒരു ആലോചനയിലൂടെ അവർ ഒരു സെൽഫ് ക്ലീനിങ് ഹൗസ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. ഏകദേശം 10 വർഷത്തോളം അവർ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടു. 15 ലക്ഷത്തോളം രൂപ അവരുടെ സേവിങ്സിൽ നിന്ന് ചെലവാക്കുകയും ചെയ്തു. അങ്ങനെ 1984 US പേറ്റന്റ് നേടിയെടുക്കുകയും ചെയ്തു അവരുടെ ആ ഇൻവെൻഷന് വേണ്ടിയിട്ട്. അങ്ങനെ സെൽഫ് ക്ലീനിങ് ഹൗസ് എന്ന ആശയം അവർ ഇൻവെന്റ് ചെയ്യുകയും അതിന് US പേറ്റന്റ് നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു ആശയം ഇനി പുറം ലോകം അറിയണം, ഈ ഒരു ആശയം എല്ലാവരിലേക്ക് എത്തിക്കണം, ഇതിലൂടെ ഒരു ബിസിനസ് വളർത്തിയെടുക്കണം എന്നുള്ള ആഗ്രഹം കൂടെ ഫ്രാൻസിസ് ഗേബ് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് US മുഴുവൻ ചുറ്റിക്കറങ്ങി കോളേജുകളിലും ബിസിനസ് കോൺഫറൻസുകളിലും ഒക്കെ പങ്കെടുത്തു, ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല മാഗസീൻസിലും പല ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അവരുടെ ന്യൂസ് വരുവാൻ തുടങ്ങി. സെൽഫ് ക്ലീനിങ് ഹൗസിൽ ഏകദേശം 68ഓളം ഡിവൈസസ് ഉണ്ടായിരുന്നു. വീട് മുഴുവൻ കഴുകി വൃത്തിയാക്കുന്ന രീതിയിലുള്ള ഡിവൈസസും. എന്നിട്ട് ആ വെള്ളം മുഴുവൻ ഡ്രെയിനേജിലൂടെ പുറന്തള്ളപ്പെടുകയും എന്നിട്ട് അതിനുശേഷം വാം എയർ ബ്ലോവേഴ്സ് വെച്ചിട്ട് വീട് മുഴുവൻ ഉണക്കിയെടുക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളൊരു രീതിയിലായിരുന്നു അവർ ആ വീട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ US മുഴുവൻ കറങ്ങി നടക്കുകയും ഒരുപാട് കോൺഫറൻസുകളിൽ പങ്കെടുക്കുകയും വലിയ വാർത്തകളിൽ വരികയും ഒക്കെ ചെയ്തെങ്കിലും ഈ ഒരു ആശയത്തിൽ അവർക്കൊരു വിജയം കണ്ടെത്താനായില്ല. അവർ വിചാരിച്ചത്ര ലക്ഷ്യത്തിലേക്ക് അവർക്ക് ഇത് എത്തിപ്പെടാൻ സാധിച്ചില്ല. അങ്ങനെ 2002 അവരുടെ കയ്യിലുള്ള പൈസ മുഴുവൻ തീരുകയും അപ്പോൾ ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാനാവാത്തൊരവസ്ഥയിൽ എത്തുകയും അപ്പോൾ അതിനുവേണ്ടി പണം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അവർ ആ വീട് ടൂറിസ്റ്റ് വിസിറ്റ് കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. കാരണം ഇതൊരു വലിയൊരു ഇൻവെൻഷൻ ആണല്ലോ. അപ്പോൾ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ വേണ്ടി അവർ ശ്രമം തുടങ്ങുകയും ചെയ്തു.
പക്ഷെ ടൂറിസ്റ്റുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്തെങ്കിലും ആ വീട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുവാൻ അവർക്ക് അതിലൂടെ സാധിച്ചില്ല. അങ്ങനെ 2009 കൂടി അവർ ആ വീട് വിൽക്കുകയും വീട് വിറ്റ ആൾ അത് സ്വയം വൃത്തിയാക്കേണ്ട അവസ്ഥയിലേക്ക് വരികയും ആ 2009 കാലഘട്ടങ്ങളിൽ ഫ്രാൻസിസ് ഗെയിം ഒരു റിട്ടയർഡ് ഹോമിലേക്ക് മാറുകയും ഒക്കെ ചെയ്തു. അങ്ങനെ 2016 ഡിസംബർ 16 101 വയസ്സിൽ അവർ മരണത്തിന് കീഴടങ്ങി. അപ്പോൾ ഇതായിരുന്നു ഫ്രാൻസിസ് ഗേബിൻ്റെ കഥ. വലിയൊരു ഇൻവെൻഷനാണ് ഫ്രാൻസിസ് ഗേബ് നടത്തിയത്. ഇപ്പോഴും ഒരുപാട് ആർക്കിടെക്റ്റും പല പല ശാസ്ത്രജ്ഞന്മാരും ഒക്കെ ആ ഒരു ഇൻവെൻഷനെ പറ്റി പുകഴ്ത്താറുണ്ട്. ആ ഒരു ഇൻവെൻഷൻ ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യുവാൻ വേണ്ടി ഇപ്പോൾ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. അപ്പോൾ അതിനി എത്രയും പെട്ടെന്ന് നമ്മളെ നാടുകളിലും നമ്മളെ വീടുകളിലും എത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഒരുപാട് സ്ത്രീകൾക്കും ഒരുപാട് പുരുഷന്മാർക്കും എല്ലാം സിംഗിൾ മദേഴ്സ് ഉണ്ട്, സിംഗിൾ ഫാദേഴ്സ് ഉണ്ട്. വീട് വൃത്തിയാക്കൽ ഒരു വലിയൊരു ബുദ്ധിമുട്ടായ കാര്യം തന്നെയാണ്. നമ്മളെ വേറെ പല പല ആഗ്രഹങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ വീട് വൃത്തിയാക്കുവാൻ വേണ്ടി സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ഈ ഒരു ആശയം എത്രയും പെട്ടെന്ന് നമ്മളുടെ ഇടയിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു ടെക്നോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതായിരുന്നു, ഒരു ഇൻവെൻഷനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.